അങ്ങനെ ഈ ഒരു ISL സീസൺ അവസാനിക്കുന്നു. നാളെയാണല്ലോ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. കൊൽക്കത്തയിൽ മോഹൻ ബഗാൻ വേഴ്സസ് മുംബൈ സിറ്റി FC മത്സരം. ഇത് ലീഗ് സ്റ്റേജിലെ അവസാനത്തെ മത്സരം, ഒരു ഡിസൈഡർ മത്സരമായിരുന്നു. ഷീൽഡിന് വേണ്ടി ലൈക്ക് എ ഫൈനൽ എന്ന് പറയാം. അതിൻ്റെ ഒരു റിപ്ലൈ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മത്സരത്തെ വിശേഷിപ്പിക്കാൻ. രണ്ട് ടീമുകൾ തന്നെയാണ് ആ ഒരു ISL ട്രോഫി റേസിലുമുള്ളത്. ഈ സീസണിലെ മോസ്റ്റ് ഡിസേർവിംഗ് ആയിട്ടുള്ള, ഈ ഫൈനൽ കളിക്കാൻ മോസ്റ്റ് ഡിസേർവിംഗ് ആയിട്ടുള്ള രണ്ട് ടീമുകൾ തന്നെയാണ് മുംബൈ സിറ്റി FC, മോഹൻ ബഗാൻ എന്നുള്ളത് നിസ്സംശയം പറയാം. അവർ തമ്മിൽ തന്നെ ഈ ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ്. ഏതായാലും കൊൽക്കത്തയിൽ വെച്ചിട്ട് ഈ ഒരു മത്സരം നടക്കുന്നത് കൊണ്ട് തന്നെ വേണമെങ്കിൽ ഇപ്പോൾ മോഹൻ ബഗാൻ ആ ഒരു ഹോം സപ്പോർട്ട് ആനുകൂല്യം എന്നൊക്കെ പറയാമെങ്കിലും ഫൈനൽ മത്സരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ പ്രഷറും എല്ലാ വാശിയും കാണും. അതുപോലെ തന്നെ മുംബൈ സിറ്റി FCക്ക് ലീഗ് സ്റ്റേജിൻ്റെ അവസാനത്തെ ആ ഒരു മത്സരത്തിൽ പാളിപ്പോയ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. ഏതായാലും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ടിക്കറ്റ്സ് ഒക്കെ ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള സ്റ്റേഡിയത്തിൽ നിന്നായിരിക്കും, അല്ലെങ്കിൽ സ്റ്റേഡിയത്തിന് സാക്ഷിയായിട്ടായിരിക്കും ഈ രണ്ട് ടീമുകൾ കളിക്കുന്നുണ്ടാകുക എന്നുള്ളതാണ്. പിന്നെ ഇരു ടീമുകളുടെയും ചില പ്ലേയേഴ്സിനെ മിസ്സിങ് ആകുന്നുണ്ട്. ഇപ്പോൾ മുംബൈ സിറ്റി FCയെ സംബന്ധിച്ചിടത്തോളം യോൽ വാനീഫ് സസ്പെൻഷനാണ്, കളിക്കില്ല. അതുപോലെ ആകാശ് മിശ്രയ്ക്ക് ഇഞ്ചേർഡാണ്. വാനീഫിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ്. സെറ്റ് പീസസ് കാര്യങ്ങളുമൊക്കെ വളരെ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. പക്ഷേ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഇപ്പോൾ ആൽബർട്ടോ നൊഗ്വേറയൊക്കെ കളിപ്പിക്കുക, അല്ലെങ്കിൽ അപ്പൂയ, ജയേഷാണ് തുടങ്ങിയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ മിഡ്ഫീൽഡിൽ അവൈലബിൾ ആണ്. ആകാശ് മിശ്ര ഒരു മേജർ മിസ് തന്നെയാണ്. എങ്കിൽ പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ മത്സരത്തിൽ മെഹ്താബ് സിംഗ് ആ ലെഫ്റ്റ് ബാക്ക് റോൾ കളിച്ചിട്ട് ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് ഒക്കെയാണ് നടത്തിയിട്ടുള്ളത്. എന്നാൽ മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം അർമാൻഡോ സാദിക്കു എന്ന് പറയുന്ന പ്ലെയർ, അദ്ദേഹത്തിന് അറിയാമല്ലോ, സെമി ഫൈനലിൽ ഫസ്റ്റ് ലെഗിൽ ഒരു റെഡ് കാർഡ് ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞുണ്ടായ ഇൻസിഡൻറ്റൊക്കെ തുടങ്ങി 4 മാച്ച് സസ്പെൻഷനും അതുപോലെ ഫൈനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ മോഹൻ ബഗാൻ്റെ പ്ലേയേഴ്സിനൊന്നും അങ്ങനെ കിട്ടില്ല എന്നുള്ളൊരു പരാതിയൊക്കെ നമ്മൾ മറ്റേ നവോച്ചയ്ക്ക് കിട്ടിയ സമയത്തൊക്കെ പലരും പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് ഡിസേർവിങ് തന്നെയാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ അർമാൻഡോ സാദിക്കു, നിങ്ങൾക്ക് ആ മത്സരത്തിൻ്റെ ആ ഒരു റെഡ് കാർഡ് കഴിഞ്ഞുള്ള ഇൻസിഡൻസ് ഒക്കെ ഓർമ്മയുണ്ടാകും. സോ അതുകൊണ്ട് തന്നെ അവരൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറെ ഫൈനലിൽ നഷ്ടമാകുന്നു എന്നുള്ളൊരു ഫാക്ട് കൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പാർട്ട് ഫ്രം ദാറ്റ് നമുക്കിപ്പം രണ്ട് ടീമുകളുടെ കാര്യം നോക്കിയാലും അങ്ങനെ ഒരു വീക്ക് പോയിന്റോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും പറയാനില്ല. അവർ ഏത് മേഖലയിലും സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് ടീമുകൾ തന്നെയാണ്. ഇപ്പം മുംബൈ സിറ്റി FCയുടെ എടുത്തു കഴിഞ്ഞാൽ ആകാശ് മിശ്ര മിസ്സായി. ഇപ്പം മെഹ്താബ് ഒരു പ്രോപ്പർ LB അല്ല എന്നുള്ള വേണമെങ്കിലൊക്കെ പറയാം. പക്ഷേ ഇപ്പം അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട്. ഇപ്പം പിന്നെ അവരുടെ അറ്റാക്കിംഗ് കാര്യത്തെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പ്ലേയേഴ്സ് ആണെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ലാലുൻസാല, ചാങ്ദേയും വിക്രംപ്രതാപുമാണ് ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം ഇപ്പോൾ ഡയാസ് കൂടി ചേരുന്നത് തീർച്ചയായിട്ടും അവർക്ക് ഗുണകരമായിട്ട് മാറും എന്നുള്ളതാണ്. പിന്നെ ഇപ്പോൾ ബിബിൻ സിംഗും ഒക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ബിബിനും ഗുർക്കീറത്തും അങ്ങനെ പല പല താരങ്ങളിലും മുംബൈ സിറ്റിയുടെ സ്ക്വാഡുണ്ട്. അതുപോലെ തന്നെ മോഹൻ ബഗാൻ്റെ പിന്നെ ബെഞ്ച് സ്ട്രെങ്ത് സ്ക്വാഡിനെ പറ്റിയൊന്നും പറയേണ്ടതില്ലല്ലോ. അവർക്ക് ഏത് മേഖലയിലും മികച്ച താരങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട്. ഇപ്പം 2-3 മത്സരങ്ങളായിട്ട് മിസ്സായിട്ടുള്ള സഹൽ കൂടി ജോയിൻ ചെയ്യും സ്റ്റാർട്ടിൽ 11 എന്നുള്ളതാണ്. അപ്പം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം സെക്കൻഡ് ഹാഫിൽ കളിച്ചൊരു ഗോളും സ്കോർ ചെയ്തതാണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളും സ്കോർ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം കൂടി ജോയിൻ ചെയ്തതോടുകൂടി ഈ പറഞ്ഞതുപോലെ ആ ഒരു മോഹൻ ബഗാൻ്റെ കരുത്ത് വർദ്ധിക്കും എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിലും ഇരുവരും ഈ ലീഗ് ഫേസ് 2 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. കൊൽക്കത്തയിൽ കളിച്ച മത്സരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മോഹൻ ബഗാനാണ് ജയിച്ചത് 2-1 എന്ന് പറയുന്ന ഒരു സ്കോറിൽ ഡിസൈഡർ മാച്ചിൽ. എന്നാൽ മുംബൈ നടന്ന മത്സരത്തിൽ മുംബൈയാണ് ജയിച്ചത് 2-1 എന്ന് പറയുന്ന അതേ സ്കോറിൽ തന്നെ. ഏതായാലും നമുക്ക് ആ ഫൈനൽ മത്സരത്തിലെ ഒരു എന്തായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും നോക്കി കാണാം. ഇനി നമുക്ക് ഇരുവരുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 എന്ന് പരിശോധിക്കുന്ന സമയത്ത് മുംബൈ സിറ്റി FC 4-3-3 ഫോർമേഷനിൽ ഗോൾ കീപ്പറായിട്ട് പ്യോബ ലച്ചൻബ, അതുപോലെ സെൻട്രൽ ബാക്സിൽ 2 വിദേശ താരങ്ങൾ ക്രോമയും അതുപോലെ തിരിയും, റൈറ്റ് ബാക്കിൽ രാഹുൽ ബക്കേൽ, ലെഫ്റ്റ് ബാക്കിൽ മെഹ്താബ് സിംഗ്, ആൻഡ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ആൽബർട്ടോ നൊഗ്വേറ, ജയേഷ് റാണെ, അപ്പൂയ എന്നീ താരങ്ങൾ. അതുപോലെ മുന്നേറ്റ താരങ്ങൾ എന്ന നിലയിൽ 2 വിങ്ങുകളായ ലാലുൻസാല, ചാങ്തെ ആൻഡ് ലെഫ്റ്റിൽ വിക്രംപ്രതാപ്, ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ജോർജ് ഡയാസ് പെരേര എന്നിവരായിരിക്കും കളിക്കുന്നുണ്ടാകുക. ആൻഡ് ഇനി നമുക്ക് മോഹൻ ബഗാൻ്റെ ഒരു എക്സ്പെക്റ്റഡ് 11 ഒന്ന് പരിശോധിക്കുന്ന സമയത്ത് ഒരു 3-man ഡിഫൻസ് എന്നുള്ള നിലയിൽ 3-5-2 ഫോർമേഷനാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗോൾ കീപ്പറായിട്ട് വിശാൽ കെയ്ത്ത്, സെൻട്രൽ ബാക്സ് എന്ന നിലയിൽ അൻവർ അലി, ഹെക്ടർ യൂഷെ ആൻഡ് സുഭാഷിഷ് ബോസ്, മിഡ്ഫീൽഡേഴ്സിലേക്ക് വരുന്നൊരു സമയത്ത് ദീപക് താങ്ക്രിയെ പ്രതീക്ഷിക്കുന്ന ഒരു DM എന്ന നിലയിൽ, അതിനോടൊപ്പം തന്നെ വ്യത്യസ്ത ഡ്യൂട്ടി എന്ന നിലയിൽ ജോണി കൗക്കവും സഹലിനെയുമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ലെഫ്റ്റിൽ ലിസ്റ്റൺ ആൻഡ് റൈറ്റിൽ മൻവീർ സിംഗ്, അതുപോലെ മുന്നേറ്റത്തിൽ 2 താരങ്ങൾ ദിമി പെട്ടറ്റോസ് ആൻഡ് കമ്മിങ്സ് എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. സോ സെക്കൻഡ് ഹാഫിൽ ഈ പറഞ്ഞ പോലെ 2 ടീമുകളുടെയും താരങ്ങൾ നമുക്കറിയാം. ബിബിൻ സിംഗിനെ പോലെയുള്ള പ്ലെയേഴ്സ് ബെഞ്ചിലുണ്ട്. അതുപോലെ വിനീത് റായെ പോലെയുള്ള, സഞ്ജീവ് സ്റ്റെല്ലൻ, അങ്ങനെ കുറേ നല്ല പ്ലെയേഴ്സ് ഉണ്ട്. ഇത് അതായത് ഇപ്പം മോഹൻ ബഗാൻ്റെ എടുത്താൽ അതിനേക്കാൾ കൂടുതൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരുപാട് ഇപ്പം അഭിഷേക് സൂര്യവംശി ആണെങ്കിലും, അല്ലെങ്കിൽ ഗ്ലാൻ മാർട്ടിൻസ്, അനിരുദ്ധ് താപ്പ, കിയാൻ നെസീറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് താരങ്ങളുടെ ഒരു സാന്നിധ്യവും ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും സോ മച്ച് എക്സൈറ്റഡ്. ഒരു വാശിയേറിയിട്ടുള്ള ഒരു പോരാട്ടം നമ്മൾ ആ ഷീൽഡ് റേസിൽ ആ ഒരു ഫൈനൽ സ്റ്റേജിൽ മത്സരം കണ്ട പോലെ തന്നെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ആ ഒരു മത്സരത്തോടുകൂടി നമ്മുടെ ഈ സീസൺ കൂടി അവസാനിക്കുകയാണ് എന്നുള്ളൊരു ഫാക്ടർ കൂടിയുണ്ട്. സോ ദാറ്റ്സ് ബേസ്. അപ്പോൾ എന്താണ് നിങ്ങൾ ഇപ്പോൾ ഉറപ്പാടും കമ്പൽസറി സൈനിങ് ഓഫ്.